യുക്തിവാദികളുടെ ലോക ആചാര്യൻ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു ഫിലോസഫറാണ് ഏണസ്റ്റ് റെനാൻ. ഫ്രഞ്ചുകാരനായ ഈ മനുഷ്യൻ്റെ ഒരു സ്വപ്നം ലോകത്തുള്ള എല്ലാവരെയും ദൈവത്തിൽ നിന്ന് അകറ്റി നിരീശ്വരവാദികളാക്കണം എന്നുള്ളതായിരുന്നു. ബുദ്ധിമാനായ റെനാൻ അതിനുള്ള സാധ്യതകളൊക്കെ പഠിച്ചപ്പോൾ മനസ്സിലായത് മതങ്ങളാണ് മനുഷ്യരെ ഒരു വലിയ അളവ് വരെ ദൈവവിശ്വാസികളായി ആക്കി തീർക്കുന്നത്. അതുകൊണ്ട് മതങ്ങളുടെ വിശ്വാസങ്ങൾ പൊള്ളയാണെന്ന് തെളിയിച്ചാൽ തൻ്റെ പദ്ധതി വിജയിക്കുമെന്ന് സ്വപ്നം കണ്ട റെനാൻ ലോകമതങ്ങളെ സമഗ്രമായി പഠിച്ചു. പെട്ടെന്നൊരു കാര്യം മനസ്സിലായി, എല്ലാ മതങ്ങളെയും ആക്രമിക്കാൻ പറ്റും, പക്ഷേ ക്രിസ്തു മതത്തെ ആക്രമിക്കാൻ പറ്റുകയില്ല. കാരണം ക്രിസ്തു മതം അടിയുറപ്പിച്ചിരിക്കുന്നത് ചരിത്ര സത്യങ്ങളെ ആണ്. മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും എഴുതിയതായി നമ്മൾ അറിഞ്ഞിരിക്കുന്ന സുവിശേഷങ്ങൾ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് ആണ്. എന്നിട്ട് അയാളുടെ അഹങ്കാരം സമ്മതിച്ചു കൊടുക്കുന്നില്ല. അയാൾ വീണ്ടും ഒന്നുകൂടെ ചിന്തിക്കുകയാണ്, ഈ സുവിശേഷങ്ങൾ സത്യമാണെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നത് കൊണ്ടല്ലേ അതിൻ്റെ വെരാസിറ്റി, അതിൻ്റെ ട്രൂത്ത്ഫുൾനെസ്, അതിൻ്റെ സത്യാവസ്ഥയെപ്പറ്റി ഒരു ഗവേഷണം ആരും നടത്തിയിട്ടുണ്ടാവുകയില്ല. അങ്ങനെ നടത്തിയാൽ അതിൽ പറയുന്ന പലതും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ പറ്റിയാൽ താൻ ജയിക്കും എന്ന് ഈ അഹങ്കാരിയായ റെനാൻ വിചാരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറെ കാലം എടുത്ത ഒരു ചരിത്ര ഗവേഷണം നടത്താൻ തീരുമാനിച്ചു. അത് ലൈബ്രറിയിൽ പുസ്തകത്തിനിടയ്ക്കിരുന്നല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ ജീവിത സംഭവങ്ങൾ നടന്ന ആ ദേശത്ത് നേരിട്ട് പോയി ഈ പഠനം നടത്തണം. അങ്ങനെ റെനാൻ പാലസ്തീനയിലേക്ക് പോവുകയാണ്. സുവിശേഷത്തിൽ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം പോയി താമസിച്ച് ഈ ഗവേഷണ പഠനം നടത്തി. ഗവേഷണത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം സത്യസന്ധനായിരുന്നത് കൊണ്ട് അതിൻ്റെ റിസൾട്ട് ലോകത്തോട് ഇങ്ങനെ തുറന്നു പറഞ്ഞു. അതിങ്ങനെയാണ്: യേശുവിനെ സംബന്ധിച്ചുള്ള ബൈബിൾ ഭാഗങ്ങൾ മുഴുവനും ഞാൻ വിശ്വസിക്കുന്നു. ജെറുസലേം മുതൽ സുവിശേഷങ്ങൾ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ സഞ്ചരിച്ചു. പുക പോലെ അസ്ഥിരമായി ഞാൻ വിചാരിച്ചിരുന്ന സംഗതികളെല്ലാം പാറ പോലെ സ്ഥിരമുള്ളതായി കണ്ടു. സുവിശേഷ ചരിത്രങ്ങൾക്ക് അതത് സ്ഥലങ്ങളോട് ഇന്നും ഉള്ള ചേർച്ചയും യോജിപ്പും എനിക്കൊരു പുതിയ വെളിപാടായി. ഞാൻ കണ്ട കാഴ്ചകളൊക്കെയും 4 സുവിശേഷങ്ങളെ വീണ്ടും സ്ഥിരപ്പെടുത്തുന്ന 5ാം സുവിശേഷമായി തീർന്നു. ഞാൻ അവിശ്വസിച്ചവനായ ക്രിസ്തു അവിടങ്ങളിൽ ജീവനോടെ സഞ്ചരിക്കുന്നതായി എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. യേശുവേ, നീ മനുഷ്യവർഗത്തിൻ്റെ മൂലക്കല്ല്. നിന്നെ നിർമൂലമാക്കാൻ ശ്രമിക്കുന്നത് ഭൂമിയുടെ അടിസ്ഥാനം കുലുക്കുക തന്നെയാണ്. നമ്മൾ ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനികളുടെ കാഴ്ചപ്പാടുകൾ പഠിച്ചാൽ കാണാൻ പറ്റും. അവരെല്ലാം ഒരേ സ്വരത്തിൽ യേശുക്രിസ്തുവിൻ്റെ അനന്യതയും അതുല്യതയും മഹത്വവും പ്രകീർത്തിക്കും. ശ്രീ കേശവചന്ദ്രസൻ എന്ന് പറയുന്ന ബ്രഹ്മസമാജ നേതാവിൻ്റെ വാക്കുകൾ വായിച്ചാൽ ക്രിസ്ത്യാനികൾ ലജ്ജിച്ചു പോകും. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അനുഗ്രഹീതനായ യേശുവേ, ഞാൻ അങ്ങയുടേതാണ്. എന്നെ മുഴുവനും, എൻ്റെ ശരീരവും ആത്മാവും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ഇന്ത്യ എന്നെ ഫൽസിച്ചാലും ഹിംസിച്ചാലും എൻ്റെ രക്തം തുള്ളിതുള്ളിയായി ഊറ്റിയെടുത്താലും യേശുക്രിസ്തുവേ, ഞാൻ അങ്ങേക്ക് എൻ്റെ ആരാധന നടത്തും.
എൻ്റെ ഈ അധരങ്ങൾ അങ്ങേക്ക് സ്തുതി പാടുന്നതിന് വേണ്ടിയുള്ളതാണ്. എൻ്റെ ഈ കരങ്ങൾ അങ്ങയെ ശുശ്രൂഷിക്കാനുള്ളവയും. ബ്രഹ്മസമാജ നേതാവിൻ്റെ ക്രിസ്തു പ്രകീർത്തനം. ദൈവപുത്ര, ഞാൻ അങ്ങയെ യഥാർത്ഥമായി സ്നേഹിക്കുന്നു. അങ്ങയെ പ്രതി നിന്ദിക്കപ്പെട്ടാലും മർദ്ദിക്കപ്പെട്ടാലും ശരി, ഞാൻ എന്നും അങ്ങയെ സ്നേഹിക്കും. അവിടുത്തെ പാദാന്തികത്തിൽ ഒരു എളിയ ദാസനായി ഞാൻ വർത്തിക്കുകയും ചെയ്യും. എന്നിട്ട് ശ്രീ കേശവചന്ദ്രസൻ തൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഉപസംഹരിക്കുന്നത്: എൻ്റെ ക്രിസ്തുവേ, എൻ്റെ ഹൃദയത്തിൻ്റെ മാണിക്യമേ, എൻ്റെ ആത്മാവിൻ്റെ ആഭരണമേ, 20 വർഷങ്ങളായി ഈ തകർന്ന ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ ഞാൻ അങ്ങയെ ഭജിക്കുന്നു. പൗലോസിൻ്റെ കൂടെ ഞാനും പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ശ്രീ പെരുമ്പടവ ശ്രീധരൻ പരസ്യമായി ഇങ്ങനെ എഴുതി: എൻ്റെ ആത്മാവ് ചാരി നിൽക്കേണ്ടത് യേശു ക്രിസ്തുവിലാണ്. ക്രിസ്തു ജനിച്ചത് എനിക്ക് വേണ്ടി ആണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ക്രിസ്തുവിൻ്റെ കാൽപ്പാടുകൾ നോക്കിയാണ് ഞാൻ നടക്കുന്നത്. എന്നെ ആശ്വസിപ്പിക്കാൻ വേറെ ഒരാൾ ഉണ്ടായിരുന്നില്ല, ക്രിസ്തുവാണ് എന്നെ ആശ്വസിപ്പിച്ചത്. ഇങ്ങനെ 100 എക്സാമ്പിൾസ് പറയാൻ പറ്റും. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് ജ്ഞാനസ്നാനം വഴി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ക്രിസ്തുവിനെ രക്ഷിതാമായി സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരും എപ്രകാരം യേശുവുമായി ബന്ധമുള്ളവരാണെന്ന് ഇപ്പോൾ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. കരയോർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്ക് വിശുദ്ധ പൗലോസ്ലീഹായുടെ ജീവിതത്തിലേക്ക് നോക്കാം. പൗലോസ് അപ്പോസ്തലന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? ഒക്കെ പറഞ്ഞേ. സാവൂൾ. ഈ സാവൂൾ ആരായിരുന്നു എന്ന് നമ്മൾ വേദപുസ്തകം പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. അദ്ദേഹത്തെ പറ്റി വേദപുസ്തകം പറയുന്നത് ഗമാലിയേൽ നിന്ന്, അപ്പോസ്തല പ്രവൃത്തി 22:3 ഗമാലിയേൽ നിന്ന് പിതാക്കന്മാരുടെ നിയമം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനാണ്. എന്ന് വെച്ചാൽ യഹൂദ മത നിയമങ്ങളുടെ ഒരു എക്സ്പേർട്ട്, യഹൂദ മതവിശ്വാസത്തിൻ്റെ ഒരു തീഷ്ണമതിയായ നേതാവായിരുന്നു. ഫിലിപ്പിയ ലേഖനം 3:6 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ പറ്റിയുള്ള തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചിരുന്നവൻ. അപ്പോസ്തല പ്രവൃത്തി 8:3 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സാവൂൾ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു, വീട് തോറും കയറി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് തടവിൽ അടച്ചു. അപ്പോസ്തല പ്രവൃത്തി 22:4 നമ്മളിങ്ങനെ വായിക്കുകയാണ്: പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ച് ക്രിസ്തു മാർഗത്തെ മരണം പീഡിപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തി 26:9 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശുവിൻ്റെ നാമത്തിന് വിരുദ്ധമായി പലതും ചെയ്യേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ ഞാൻ തന്നെയും വിശ്വസിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ ക്രിസ്തു വിരോധിയായിരുന്നു സാവൂൾ. പക്ഷേ സാവൂൾ ഡമാസ്കസിലേക്ക് ക്രൈസ്തവരെ വധിക്കാൻ വേണ്ടിയുള്ള യാത്ര നടത്തുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണുകയാണ്. അതോടെ സാവൂളിൻ്റെ ജീവിതം മുഴുവനും വ്യത്യസ്തമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ജീവിതം ഏതാണ്ട് ഇതുപോലെയായിരുന്നു. ക്രൈസ്തവരെ അതിദാരുണമായി പീഡിപ്പിച്ച് വധിക്കുന്ന റോമൻ ചക്രവർത്തിമാരിൽ ഒരുവനായിരുന്നു കോൺസ്റ്റന്റൈൻ. കോൺസ്റ്റന്റൈന് ഒരു പ്രത്യേക യുദ്ധം ചെയ്യേണ്ടതായ സന്ദർഭം വന്നു. റോമൻ സാമ്രാജ്യമായിരുന്നു അന്ന് അതീശ ശക്തി. ഒരിക്കലും റോമൻ സൈന്യം വേറൊരു സൈന്യം തോറ്റിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം റോമൻ സൈന്യം തോക്കുമെന്നുറപ്പായി. കോൺസ്റ്റന്റൈനാണ് സർവ്വസൈന്യാധിപൻ, ചക്രവർത്തി തന്നെയാണ് സർവ്വസൈന്യാധിപൻ. യുദ്ധത്തിന് പോവുകയാണ്.
മരിച്ചു വീഴും ഉറപ്പോടെ പോവുകയാണ്. ആ സമയത്താണ് അദ്ദേഹം കുതിരപ്പുറത്ത് പാഞ്ഞോടുമ്പോൾ ആകാശത്ത് ഒരു കൂറ്റൻ ചിത്രം പ്രത്യക്ഷപ്പെട്ടു. അത് മറ്റൊന്നുമല്ല, ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ പടുകൂറ്റൻ ചിത്രം ആകാശത്ത് ഉയർത്തിൽ കാണുകയാണ്. കോൺസ്റ്റന്റൈൻ മനസ്സിലായി, ഇത് സാധാരണ കാര്യമല്ല. ചക്രവർത്തിയാണെങ്കിലും കുതിരപ്പുറത്ത് താഴെ വീണു, അവിടെ മുട്ടുകുത്തി നിന്നു. അപ്പോൾ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നിന്നെ ഞാൻ വിജയിപ്പിക്കാം, നീ എന്നിൽ വിശ്വസിക്കണം. മാത്രമല്ല, നിന്റെ ഔദ്യോഗിക ചിഹ്നമായി പടച്ചട്ടയിൽ ഇപ്പോഴുള്ളത് വലിച്ചെറിയണം, ഈ രൂപം അവിടെ ചിത്രീകരിക്കണം. കോൺസ്റ്റന്റൈൻ മനസ്സിലായി, ഇത് എന്തോ വലിയൊരു കാര്യമാണ് സംഭവിക്കുന്നത്. കോൺസ്റ്റന്റൈൻ ഉടനെ തന്നെ കർത്താവിനോട് പറയാൻ, കർത്താവെ ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ കോൺസ്റ്റന്റൈൻ പിന്നീട് ക്രിസ്തുവർഷം 312 മിലാൻ വിളംബരം നടത്തുക. അതുവരെ ക്രൈസ്തവക്കാർക്കും പുറത്തിറങ്ങാൻ പാടില്ല. കഴുത്തറത്ത് കൊല്ലും, അല്ലെങ്കിൽ വാളുകൊണ്ട് അറുത്ത് പിളർക്കും, അല്ലെങ്കിൽ തിളച്ചെണ്ണയിലിട്ട് കത്തിക്കും, അല്ലെങ്കിൽ ദീപസ്തംഭമായി ഉദ്യാനത്തിൽ തിരിയായി കത്തും. അങ്ങനെ ക്രൈസ്തവരെ എല്ലാം പീഡിപ്പിക്കുന്ന ആ ചക്രവർത്തിമാരിൽ ഒരാൾ തന്നെയാണ് അദ്ദേഹം. അതോടെ കോൺസ്റ്റന്റൈൻ്റെ കാഴ്ചപ്പാട് മാറി. കോൺസ്റ്റന്റൈൻ ക്രൈസ്തവർക്ക് മതസ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് മിലാൻ വിളംബരം നടത്തുകയാണ്. യേശുക്രിസ്തുവിനെതിരായി പലതും ചെയ്യേണ്ടതുണ്ട് എന്ന് അത് ജീവിത ലക്ഷ്യമാക്കിയിരുന്ന സാവൂൾ ക്രിസ്തു ആരാണെന്നറിഞ്ഞതോടെ പിന്നെ നമ്മൾ വായിക്കുന്ന വിസ്മയിപ്പിക്കും. അപ്പോസ്തല പ്രവൃത്തി 9:22 പറയുന്നത് ഇങ്ങനെയാണ്, സാവൂൾ ആകട്ടെ കൂടുതൽ ശക്തി പ്രാപിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് ഡമാസ്കസിൽ താമസിച്ചിരുന്ന യഹൂദന്മാരെ ഉത്തരം മുട്ടിച്ചിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സാവൂൾ അവരോട് പറയുന്നത് യേശുവാണ് ക്രിസ്തു. ആദ്യകാലം മുതൽ ക്രിസ്തീയ വിശ്വാസം ഈ പ്രത്യേക പേരിലാണ് നിൽക്കുന്നത്, ജീസസ് ഈസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ പേര് പോലും അങ്ങനെ ആയിപ്പോയി, യേശു ക്രിസ്തു. ഞാനൊക്കെ പണ്ട് വിചാരിച്ചിരുന്നത് അത് ഒരു പേരാണെന്നാണ്, യേശു ക്രിസ്തു. പിന്നെ എനിക്ക് പഠിച്ചപ്പോഴാണ് മനസ്സിലായി, അല്ല, യേശു എന്നാണ് അവിടുത്തെ പേര്, ക്രിസ്തു എന്നത് ഒരു പദവി പേരാണ്. ഹീബ്രു ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന മെഷിയാക്ക്, അതായത് യഹൂദന്മാര് അബ്രഹാമിൽ ആരംഭിക്കുന്ന യഹൂദ ജനതയുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണുന്നത് യഹൂദന്മാരെന്നൊരു പ്രതീക്ഷയിലാണ്. അവരുടെ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ ഒരു രക്ഷിതാവ് വരുമെന്ന് എല്ലാ യഹൂദനും പ്രതീക്ഷയുണ്ടായിരുന്നു. ആ രക്ഷിതാവിനെ അവർ കാണുന്നത് മെഷിയാക്ക് ആയിട്ടാണ്, മിശിഹായ ആയിട്ടാണ്. അപ്പോൾ ഹീബ്രു ഭാഷയിൽ മിശിഹ എന്ന വാക്കിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള തത്തുല്യ നാമമാണ് ക്രിസ്തോസ് അല്ലെങ്കിൽ ക്രിസ്തു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഒരു യഹൂദ മത പണ്ഡിതനാണെന്ന് ഓർക്കണം. അദ്ദേഹം തൻ്റെ സഹ യഹൂദരോട് എന്താണ് പറയുന്നത്? ഈ നിൽക്കുന്ന നസ്രായനായ യേശു ക്രിസ്തു അവൻ മെഷിയാക്കാണ്, അവൻ മിശിഹായാണ്, അവൻ ക്രിസ്തുവാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ബൈബിൾ ഏതാണ്ട് 332 പ്രോഫസീസ് ഉണ്ട് വരാനിരിക്കുന്ന മിശിഹായെ പറ്റി. പ്രവാചകന്മാർ എല്ലാവരും തന്നെയും ഈ രക്ഷകനെ പറ്റിയുള്ള പ്രതീക്ഷ ഉണർത്തുന്ന വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം ജനം എന്നും ദുരിതത്തിലാണ്, തകർച്ചയിലാണ്. പലപ്പോഴും അവർ അടിമകളായി പിടിച്ചുകൊണ്ട് പോകപ്പെടാറുണ്ട്. അവർക്ക് ദേവാലയം നഷ്ടമാകുന്നു, ആരാധന സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നു, അവരുടെ പ്രിയപ്പെട്ടവർ വെട്ടി വീഴ്ത്തപ്പെടുന്നു. എന്നും ഇസ്രായേൽ ജനം വലിയ ദുരിതത്തിലായിരുന്നു. അപ്പോഴെല്ലാം പ്രവാചകന്മാർ എന്താ അവരോട് പറഞ്ഞിരുന്നത്? മിശിഹ വരും, നിങ്ങൾ രക്ഷിക്കാൻ, നിങ്ങളുടെ പാപത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, ദുരിതത്തിൽ മോചിപ്പിക്കാൻ രക്ഷിതാവ് വരും, മിശിഹ വരും. ആ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉദ്ധാനം ചെയ്ത അന്ന് രാത്രിയിൽ എമ്മാവൂസിലേക്ക്
പോകുന്ന 2 ശിഷ്യന്മാരെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താണ് മ്ലാനവദനരായി നടന്നു പോകുന്നത്? എന്താ പറ്റിയാണ് തർക്കിക്കുന്നത്? അവരുടനെ പറയുകയാണ്, ഞങ്ങൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തുകൊണ്ട്? നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? ഈ ജെറുസലേമിൽ നടന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഞങ്ങൾ വിശ്വസിച്ചിരുന്ന നസ്രായനായ യേശു വധിക്കപ്പെട്ടു. ഞങ്ങളുടെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന അവനിലായിരുന്നു. അവൻ എന്നേക്കും നീക്കം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോൾ അവിടെ മുമ്പിൽ നിൽക്കുന്ന ഈശോ അവരോട് എന്താ പറയുന്നത്? പ്രവാചകന്മാരിൽ ആരെപ്പറ്റി എഴുതിയിരുന്നോ ആ മിശിഹായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സമരിയാക്കാരി സ്ത്രീ പറയുന്നുണ്ട്, അവർ യഹൂദ വംശത്തിൽപ്പെട്ടവരല്ല, യഹൂദർക്ക് തീർത്തും ഇഷ്ടമില്ലാത്ത സമൂഹമാണ്. അവളും ആയുള്ള യേശുവിൻ്റെ കണ്ടുമുട്ടലിൽ അവൾ പറഞ്ഞൊരു വാക്കുണ്ട്, മിശിഹ വരും, അവൻ വരുമ്പോൾ ഞങ്ങളെ എല്ലാം പഠിപ്പിച്ചു തരും. ഉടൻ തന്നെ ഈശോ അവളോട് പറയുകയാണ്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. അപ്പോൾ യഹൂദന്മാരുടെ ആ ലോകത്തെ മുഴുവൻ ഉദ്ധരിക്കാനുള്ള, രക്ഷിക്കാനുള്ള വിമോചകനെ മെഷിയാക്ക് എന്നവർ വിശേഷിപ്പിച്ചിരുന്ന ആ വ്യക്തിയാണ് യേശു ക്രിസ്തു എന്നാണ് പൗലോസിൻ്റെ വാദം. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, സാവൂൾ ആകട്ടെ കൂടുതൽ ശക്തി പ്രാപിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് ഡമാസ്കസ് താമസിച്ചിരുന്ന യഹൂദനെ ഉത്തരം മുട്ടിച്ചു. അപ്പോൾ നമ്മൾ പലപ്പോഴും ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു എന്ന് പറയുന്നത് പ്രത്യേക അർത്ഥമൊന്നും ഓർക്കാതെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അർത്ഥം എന്താണ്? യേശു ക്രിസ്തു എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞു പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ലോകത്തിനെ മുഴുവൻ രക്ഷിതാവാകാമെന്ന് ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്ന ആ വ്യക്തിയാണ് യേശു എന്നത്രേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 2:11 യേശുക്രിസ്തുവിൻ്റെ ജനന വാർത്ത മാലാഖ അറിയിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ആ ആട്ടിടയന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട മാലാഖ വൃന്ദങ്ങൾ മിശിഹ യേശുവിൻ്റെ ജനനവാർത്ത അറിയിക്കുന്ന വാക്കുകൾ 2:11. നിങ്ങൾക്കായി ഈ തൊഴുത്തിൽ ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പൊരു വാക്ക് പറയുന്നുണ്ട്, കർത്താവായ ക്രിസ്തു. യഹൂദർ യഹോവയോടുള്ള ബഹുമാന ആധിക്യം മൂലം യാഹ്വേ എന്ന പേരിൽ ദൈവത്തെ വിളിച്ചിരുന്നില്ല. അതിന് പകരം അവർ ഉപയോഗിച്ചിരുന്ന വാക്കാണ് കർത്താവ് അഡോണായി. ഹീബ്രുവിൽ അദ്വനായി, മലയാളത്തിൽ കർത്താവ്. ആ പിള്ളത്തൊട്ടിൽ അല്ലെങ്കിൽ ആ വൈക്കോൽ നിറഞ്ഞ ആ തൊഴുത്തിൽ ജനിച്ചു കിടക്കുന്ന ശിശുവിനെ പറ്റി സ്വർഗത്തിന് പറയാനുള്ളത് എന്താണ്? ഈ കിടക്കുന്നത് ദൈവം തന്നെയായ മിശിഹായാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ പലതരത്തിലുള്ള വിവരങ്ങൾ ഇതിനെതിരായി അറിഞ്ഞിട്ടുണ്ടാകും, നേരത്തെ കേട്ടിട്ടുണ്ടാകും. യേശു ഒരു വെറും പ്രവാചകനാണ്, മറ്റ് മതസ്ഥാപകർക്ക് തുല്യനായ മറ്റൊരു മതസ്ഥാപകനാണെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതെല്ലാം തിരുത്തേണ്ട സമയമാണ്. വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശു. കത്തോലിക്കാ സഭയുടെ മതബോധൻ ഗ്രന്ഥത്തിൽ നിങ്ങളുടെ ഈ പുസ്തകത്തിൽ കാണാൻ പറ്റുമോ? ഈ പുസ്തകത്തിൽ എടുക്കാം. കർത്താവ് എന്ന അഭിധാനം ദൈവിക അധികാരത്തെ അല്ല, ദൈവിക പരമാധികാരം. കണ്ടോ? ആരാണ് ഈ പരമാധികാരി എന്ന വാക്കാർക്ക് ഉപയോഗിക്കുന്നത്? സുപ്രീം ഹെഡിനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, പരമാധികാരി. ഇപ്പോൾ കർത്താവ് എന്ന ടൈറ്റിൽ എന്ന അഭിധാനം ദൈവിക പരമാധികാരത്തെ സൂചിപ്പിക്കുന്നു. അടുത്ത വാക്യം, യേശുവിനെ കർത്താവായി ഏറ്റുപറയുകയോ വിളിച്ചപേക്ഷിക്കുകയോ ചെയ്യുന്നത് അവിടുത്തെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്നതാണ്. യേശുവിനെ കർത്താവേ എന്ന് നാം വിളിക്കുമ്പോഴൊക്കെ അവിടുത്തെ ദൈവത്വത്തിലുള്ള വിശ്വാസമാണ് നാം പ്രഖ്യാപിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ ആവർത്തിക്കുന്നൊരു വാക്കാണ് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചിരുന്ന പേര് കർത്താവേ എന്നാണ്. മാർത്തോമാശ്ലീഹ ഉദ്ധിതനായ കർത്താവിൻ്റെ ശരീരത്തിലെ മുറിവുകൾ പരിശോധിച്ച് നോക്കി
ചങ്കിൽ കൈവച്ച ശേഷം പറഞ്ഞത് എൻ്റെ കർത്താവേ എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളും ചിലപ്പോഴൊക്കെ ചിലപ്പോൾ പ്രയാസം വരെ എൻ്റെ അമ്മയെന്ന് പറയുന്നത് എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞു പോകാറ്. അപ്പോൾ യേശുക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തപ്പെടുകയാണ്. യേശുക്രിസ്തു ലോകം മുഴുവനും കാത്തിരുന്ന എല്ലാവരുടെയും വിമോചകൻ, പ്രത്യേകിച്ച് യഹൂദന്മാർ സ്വപ്നം കണ്ടിരുന്ന മെഷിയാക്ക്, ക്രിസ്തു, രക്ഷിതാവ്, വിമോചകനാണ് യേശു. അവൻ വെറും വിമോചകനല്ല, വെറും രക്ഷകനല്ല, അവൻ ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവർഷം 325 നടന്ന നിഖ്യാ സൂനകദോസിൽ വെച്ച്, അതിനുശേഷം നടന്ന കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസിൽ വെച്ച് നിലവിലുണ്ടായിരുന്ന സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം ഒന്നുകൂടെ പുതുക്കി. നിലവിലുള്ള സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നത് എന്താ? സർവശക്തനായ പിതാവ്, ചൊല്ലിക്ക്, സർവശക്തനായ പിതാവും ആകാശഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? അടുത്തത് അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നു. അവിടെ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, യേശു നമ്മുടെ കർത്താവാണ്, ദൈവമാണ്. എന്നാൽ അതിനുശേഷം യേശുവിൻ്റെ ദൈവത്തെ സംബന്ധിച്ച തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായപ്പോൾ സഭ മറ്റൊരു സൂനദോസ് കൂടി, അതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സൂനദോസ്. ആ സൂനദോസിൽ വെച്ച് ഇപ്രകാരം വിശ്വാസ പ്രമാണം നവീകരിച്ചു. അതാണ് നമ്മൾ ഞായറാഴ്ച ഉപയോഗിക്കുന്ന നിഖ്യാ കോൺസ്റ്റാന്റിനോപ്പിൾ ക്രീഡ്. അവിടെ എന്താ പറയുന്നത്? അവിടുന്ന് സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്തയും ആകുന്നു. അപ്പോൾ ഒരു ക്രൈസ്തവൻ യേശുവിനെ പറ്റി വിശ്വസിക്കുന്ന ഇതാണ്: യേശു സത്യ ദൈവം തന്നെയാണ്, വെറും ഒരു ദൈവപുത്രനല്ല. തീർച്ചയായും പിതാവുമായുള്ള ബന്ധത്തിൽ യേശു പുത്രനാണ്, പിതാവായ ദൈവവുമായുള്ള ബന്ധത്തിൽ യേശു പുത്രനാണ്. അതുകൊണ്ട് ദൈവപുത്രൻ എന്ന് സന്യായം നമുക്ക് പറയാൻ പറ്റുമെങ്കിലും ത്രിത്വത്തിൻ്റെ മഹാരഹസ്യം മനസ്സിലാക്കുമ്പോൾ, അല്പമെങ്കിലും മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? പിതാവ് ദൈവമായിരിക്കുന്ന പോലെ തന്നെ പുത്രനും ദൈവമാണ്, പരിശുദ്ധാത്മാവും ദൈവമാണ്. പക്ഷെ 3 ദൈവങ്ങൾ ഇല്ല, 3 ദൈവിക ആളുകൾ ഒരു ദൈവമായി നിലകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. അത് വളരെയേറെ വിശദീകരണവും വിശകലനവും ആവശ്യമുള്ള പ്രബോധനമാണ്. ഇപ്പോൾ നമുക്ക് അതിന് സമയമില്ലാത്തതുകൊണ്ട് അതേപ്പറ്റി അത്രയും നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ യേശുക്രിസ്തു ആരാണ്? പുത്രനായ ദൈവം തന്നെയാണ്. പുത്രനായ ദൈവം മനുഷ്യനായി തീർന്നതാണ് യേശുക്രിസ്തു. അതുകൊണ്ടാണ്, ഓർക്കുന്നില്ലേ നിങ്ങൾ, ആ യേശുക്രിസ്തു ജനിച്ച് അധികം ദിവസമാകുന്നതിന് മുമ്പ് പൗരസ് ദേശത്തു നിന്ന് 3 ശാസ്ത്രജ്ഞന്മാർ ഹെറോദസിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ചോദിച്ചതെന്താ? യഹൂദർക്ക് രാജാവായി പിറന്നവൻ എവിടെയാണ്? ഞങ്ങൾ അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. പൗരസ് ദേശത്തുള്ള ഈ ജ്ഞാനികൾ അവർ കിങ്സ് ആയിരുന്നു. അവരെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് 1 മാസം കൊണ്ടും 15 ദിവസം കൊണ്ടും എത്തിയില്ല. ഏറെക്കുറെ 1 വർഷമെടുത്തു ഈ യാത്രയ്ക്ക്. നക്ഷത്രത്തിൽ നിന്ന് യഹൂദർ രാജാവ് ജനിച്ചെന്ന് മനസ്സിലാക്കി അവർ രാജ്യഭരണം 1 വർഷത്തേക്ക് മാറ്റിവെച്ച് ജീവൻ അപകടത്തിലാകുന്ന ദുർഘട യാത്ര ചെയ്യുന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ്: മിശിഹായെ കാണണം, അവനാണ് സത്യദൈവം, അവൻ്റെ മുമ്പിൽ പ്രണമിക്കണം, അവനെ ആരാധിക്കണം. തുടർന്ന് നമ്മൾ വായിക്കുന്നത് എന്താണ്? ഹെറോദസ് കൊട്ടാരത്തിൽ നിന്ന് അവർ പുറത്തിറങ്ങിയപ്പോൾ നക്ഷത്രം വീണ്ടും ദൃശ്യമായി. ആ നക്ഷത്രം അവരെ എങ്ങോട്ട് കൊണ്ടുപോയി എത്തിച്ചു? മത്തായി 2:11 അവർ ഭവനത്തിൽ കണ്ടു. അപ്പോൾ തൊഴുത്തിൽ നിന്ന് മാറി. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവിടുത്തെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നീ ചാലു തേടുന്ന മാൻപേട